നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എപ്പോഴായാലും നമുക്കൊരു കുഞ്ഞു വേണം അർച്ചനെ. ഒരു കുഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ആതിരയുടെ കുഞ്ഞു വന്നപ്പോ തന്നെ നിനക്കുണ്ടായ മാറ്റങ്ങള് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആതിര അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും അത് ശരിയല്ല. എത്ര നാള് നീ ആതിരയുടെ കൊച്ചിനെയും കൊണ്ട് നടക്കും? നമുക്കുള്ളതാവുമ്പോ ആരും തൊടരുത് പിടിക്കരുതെന്നൊന്നും പറയില്ലല്ലോ. കുഞ്ഞിലെ നീയും ആ കുഞ്ഞു ആകുന്നത് ഒരു കണക്കിന് നന്നായെന്നേ ഞാൻ പറയൂ. കുറച്ചുകൂടി പരുവായി കഴിഞ്ഞാ പിന്നെ നിന്നെ വിട്ട് ആ മോളെ എങ്ങോട്ടും പോവില്ല. ആവണിയെ നീ ഇതുപോലെ കൊണ്ടു നടന്നത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവസാനം ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടെന്നറിയോ അവളെ നിന്നീന്നൊന്ന് മാറ്റിയെടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, നിനക്കായി ഒരെണ്ണം വേണം. ആഗ്രഹമില്ലാത്തോണ്ടല്ലോ എടുത്തി, എന്നോ കാത്തിരിക്കുന്നതാ. ഈശ്വരനും കൂടി വിചാരിക്കണ്ടേ. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങളിൽ ആർക്കാ കുഴപ്പമെന്നാ ഡോക്ടർ പറഞ്ഞത്? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് വിഷമായെങ്കിൽ പറയണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എടുത്തിയോട് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് സച്ചേട്ടനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന്. എനിക്കും ഡോക്ടേഴ്സിനും അല്ലാതെ മൂന്നാമതൊരാളിത് അറിയുന്നത് എടുത്തിയാ. അപ്പോ സച്ചൂടി ഇതുവരെ ഈ വിവരം പറഞ്ഞില്ലേ? ഇല്ല. നമുക്കൊരു കുഞ്ഞു വേണമെന്ന് ഏറ്റവും കൂടുതൽ എന്നെക്കാളും ആഗ്രഹിക്കുന്ന ആളാ സച്ചേട്ടൻ. അത് നടക്കാത്തതിന് കാരണക്കാരൻ സച്ചേട്ടനാണെന്ന് അറിഞ്ഞ സഹിക്കില്ല പാവം. അറിയിക്കാതിരിക്കാനാ ഞാൻ ഓരോ നിമിഷം ശ്രമിക്കുന്നത്. സച്ചി ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുമ്പോ സത്യം അറിയില്ലേ? അറിയില്ല, അറിയിക്കില്ല. ഞാൻ സച്ചേട്ടൻ നല്ല ട്രീറ്റ്മെന്റ് നടത്തുന്നതെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടെന്നും സച്ചേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കാം. സച്ചേട്ടന് സംശയം തോന്നാതിരിക്കാൻ എനിക്കും ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. എന്നിലൂടെ ഒരിക്കലും സച്ചേട്ടൻ സത്യം അറിയില്ല. മീരടുത്ത് ആരോടും പറയല്ലേ. എന്റെ ജീവിതം പോലും പോകാൻ സാധ്യതയുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.